നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. റഷീദ് മോര്യ താനൂർ മുനിസിപ്പാലിറ്റി ചെയർമാനാവും. ജില്ലാ ലൈബ്രറി സർഗോത്സവത്തിൽ പരിയാപുരം നവയുഗ് വായനശാലയ്ക്ക് മികച്ച നേട്ടം. തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം. അനർഹരെ തിരികെ കയറ്റാൻ കുടുംബശ്രീ സ്നേഹവീട് പദ്ധതിയിൽ നിന്നും നിർധന കുടുംബത്തെ ഒഴിവാക്കി. ഭക്തി നിറവിൽ കൊണ്ടാടി വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ തീയാട്ടുത്സവം. വിശദമായ വാർത്തകൾ. താനൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ പദവി മാറുന്നത് സംബന്ധിച്ച് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായി. റഷീദ് മോര്യ താനൂർ മുനിസിപ്പാലിറ്റി ചെയർമാനാവും. നിലവിലെ ചെയർമാൻ പി ഷംസുദ്ദീൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാജിവെക്കാൻ തീരുമാനമായി. തുടർന്ന് റഷീദ് മോര്യ ചെയർമാനാവാനും പ്രസിഡന്റ് സി മുഹമ്മദ് അഷ്റഫിന്റെ രാജി പിൻവലിക്കാനും പ്രസിഡന്റായി തുടരാനും തീരുമാനിച്ചു. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.എം.എ. സലാം, ജില്ലാ ജനറൽ സെക്രട്ടറി പി. അബ്ദുൾ ഹമീദ്, എം.എൽ.എ., ജില്ലാ മണ്ഡലം മുനിസിപ്പൽ ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ജില്ലാ ലൈബ്രറി സർഗോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ തിരൂർ താലൂക്കിന് വേണ്ടി പരിയാപുരം നവയുഗ് വായനശാല ബാലവേദി അംഗങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നവയുഗിന്റെ നുഹ കെ.എം. കഥാപ്രസംഗത്തിൽ 1ാം സ്ഥാനവും കാവ്യാലാപനത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. അഭിമന്യു ശങ്കർ ചിത്രരചന പെൻസിലിലും കാർട്ടൂൺ രചനയിലും 1ാം സ്ഥാനവും, ആസ്വാദനക്കുറിപ്പിൽ ചഞ്ചല പി 1ാം സ്ഥാനവും, ഉപന്യാസ രചനയിൽ അനന്യ ടി.പി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. തിരൂർ താലൂക്കിനു വേണ്ടി ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ നവയുഗ് വായനശാല ബാലവേദി അംഗങ്ങളെ വായനശാല പ്രവർത്തകർ അഭിനന്ദിച്ചു. മുരളീധരൻ പി, വത്സല ടി, അയൂബ് വി.എ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, വെട്ടം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന നാഷണൽ ഇന്റർ ഡിസ്ട്രിക്ട് അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് വേണ്ടി 80 മീറ്റർ ഹഡ്സിൽ സിൽവർ മെഡൽ നേടിയ തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഫസലുൽ ഹക്കിനും ദേശീയ കായികമേളയിൽ ഫസലിനൊപ്പം പങ്കെടുത്ത നവാമുകുന്ദയിലെ 6 സഹകായിക താരങ്ങൾക്കും നാട്ടുകാരും സ്കൂൾ മാനേജ്മെന്റും PTA-യും സ്റ്റാഫും നവാമുകുന്ദ സ്പോർട്സ് അക്കാദമി പ്രവർത്തകരും പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ചേർന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. മേളയിൽ കേരളത്തിന് കിട്ടിയ ഏക മെഡൽ ഫസലുൽ ഹക്കിന്റേതാണെന്നത് ഇരട്ടി മധുരം നൽകുന്നു. സ്വീകരണ പരിപാടിയിൽ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി ജയറാം, ഹെഡ് മിസ്ട്രസ് ദീപ MC, സ്റ്റാഫ് സെക്രട്ടറി പ്രവീൺ പടയമ്പത്ത്, അക്കാദമി സപ്പോർട്ടീവ് ഗ്രൂപ്പ് കൺവീനർ സിറാജ്, അധ്യാപകരായ അജയ് കുമാർ, നന്ദൻ, അനിൽ, രാജീവ് തുടങ്ങിയവരും സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരുനാവായ. അനർഹരെ തിരികെ കയറ്റാൻ കുടുംബശ്രീ സ്നേഹവീട് പദ്ധതിയിൽ നിന്നും നിർധന കുടുംബത്തെ ഒഴിവാക്കി. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഗൃഹശ്രീ പദ്ധതിയിലൂടെ കുടുംബശ്രീ മുഖേന നൽകുന്ന സ്നേഹവീടിൽ നിന്നാണ് വെട്ടം കോതപ്പറമ്പ് കാപ്പാട്ടകത്ത് ചക്കുവിന്റെ പറമ്പിൽ ഖദീജയെ ഒഴിവാക്കിയത്. 2022 നവംബർ 23 ചേർന്ന CDS യോഗത്തിലാണ് ഖദീജയടക്കം 2 പേരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. തുടർന്ന് ഗുണഭോക്തൃവിഹിതമായി 1 ലക്ഷം രൂപ അടവാക്കി. കടുത്ത സാമ്പത്തിക പ്രയാസം നേരിടുന്ന ഇവർ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പണം സ്വരൂപിച്ച് 1 ലക്ഷം രൂപയാണ് അടച്ചത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം വെട്ടം പഞ്ചായത്ത് CDS പ്രസിഡന്റ് ഇവരെ ഫോണിൽ വിളിച്ച് ഇവരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതായും അടച്ച പണം തിരികെ നൽകുമെന്നും അറിയിച്ചു. കുടുംബശ്രീയുടെ കീഴിൽ ഓരോ പഞ്ചായത്തിലും ലൈഫ് മിഷൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത 2 പേർക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം വരികയും ആ ഉത്തരവ് പ്രകാരം 2022 നവംബറിൽ വന്ന ഉത്തരവ് പ്രകാരം 23 ഫെബ്രുവരി 2023 ഫെബ്രുവരി 21 തീയതി കുടുംബശ്രീ തീരുമാനമെടുക്കുന്ന പ്രകാരം 2 പേർക്ക് വീട് അനുവദിക്കുകയും അതിൽ നിന്നും KC അഷ്റഫ് എന്ന ആളുടെ ലിസ്റ്റ് അവർ പറഞ്ഞ പ്രകാരം കുടുംബശ്രീ പറഞ്ഞ പ്രകാരം ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട KC അഷ്റഫ് എന്ന ആളുടെ ഭാര്യ
ജില്ലാ മിഷൻ്റെ കനറ ബാങ്ക് ശാഖ വഴി 1 ലക്ഷം രൂപ അടക്കുകയും പിന്നീട് അതിനുശേഷം അവർ ആ ലിസ്റ്റിൽ അർഹതപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുകയും വേറൊരാളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് നിലവിൽ വീടും പറമ്പും ഉള്ള ആളാണ്. ഈ ആൾക്ക് 5 സെൻറ്റ് ഭൂമിയാണ്, ഈ ഇവർ അഷ്റഫ് എന്ന ആളുടെ ഭാര്യയുടെ പേരുള്ള 5 സെൻറ്റ് ഭൂമിയാണ് ഉള്ളത്. അവർക്ക് വീടില്ല. ഇപ്പം നിലവിൽ അവർ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെതിരെ കുടുംബശ്രീൻ്റെ ധിക്കാരപരമായിട്ടുള്ള വിവേചനപരമായിട്ടുള്ള ഈ നടപടിക്ക് എതിരെ വകുപ്പ് തല മന്ത്രിക്കും ജില്ലാ കുടുംബ മിഷനും പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്ന ഇവരെ ലിസ്റ്റിൽ നിന്നും നീക്കി അനർഹരെ ഉൾപ്പെടുത്താനാണ് CDS പ്രസിഡന്റിന്റെ നീക്കമെന്ന് ഖദീജയും ഭർത്താവ് അഷ്റഫും ആരോപിച്ചു. ഒക്കെ ശരിയാക്കി എല്ലാതും പറഞ്ഞു തന്ന് എല്ലാ കാര്യങ്ങളും ശരിയാക്കി ഇവിടെ എല്ലാ രേഖകളും കൊടുത്ത് ഒക്കെ പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ വരെ അടക്കാൻ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ പിരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കളിച്ച് പിന്നെ പറയുന്നത് നിങ്ങൾ ബാക്കിയൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് കിട്ടൂല, അർഹത അല്ല, വേറെ ആൾക്കാണ്, നിങ്ങളൊന്നും ചെയ്യണ്ട, രേഖകളൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ്, സ്വന്തമായിട്ട് വീടില്ല. ഇവർ വെട്ടം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ താമസക്കാരാണ്. കുടുംബശ്രീൻ്റെ സ്നേഹവീട് പദ്ധതിയിൽ ഇവർക്ക് വീട് പാസ്സായതുമാണ്. 1 വർഷത്തിലേറെയായി കമ്മിറ്റി തീരുമാനം എടുത്തിട്ട് ഇവരെ അംഗീകരിച്ചിട്ട്. ഈ 1 വർഷത്തിൻ്റെ ഇടയിൽ ഇവരെ അർഹത ഇല്ലാത്ത ആളായിരുന്നുവെങ്കിൽ അവർക്ക് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു അവരതിന്ന് ഒഴിവാക്കാൻ. എല്ലാം കഴിഞ്ഞ് ഇവരെ കൊണ്ട് 1 ലക്ഷം രൂപ സ്പോൺസർഷിപ്പായിട്ട് അടപ്പിക്കുകയും ചെയ്തു. എന്നതിൻ്റെ ശേഷം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അതിൽ അർഹതയല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ CDS കമ്മിറ്റി കൂടിയിട്ട് ഇവർ അർഹതപ്പെട്ട ആളല്ല എന്ന് ഒരു അന്വേഷണ സംഘത്തെ വെച്ച് തെളിയിക്കണമായിരുന്നു. തെളിയിച്ചതിന് ശേഷം വേണമായിരുന്നു ഇവരെ പുറത്താക്കാൻ. ഇപ്പോൾ ഈ മാനദണ്ഡത്തിൽ നിന്ന് ഇവരെങ്ങനെയാണ് പുറത്ത് നിൽക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിനൊരു വ്യക്തത CDS പ്രസിഡന്റ് നൽകിയിട്ടില്ല. ഖദീജയുടെ പരാതിയെ തുടർന്ന് വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി CDS പ്രസിഡന്റിനോട് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ധിക്കാരപരമായാണ് പെരുമാറിയത്. തന്നെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്ന് ഖദീജയും ഭർത്താവ് അഷ്റഫും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് വെട്ടം. കൊടിക്കൂറകൾ വാനിലുയർന്നു. മേളപ്പെരുക്കത്തിനൊപ്പം നാടൻ കലാരൂപങ്ങൾ ചുവടുവെച്ചു. നടത്തുചൊല്ലി ദേശത്തട്ടകങ്ങളിൽ നിന്ന് എത്തിയ കൊടിവരവുകൾ ക്ഷേത്രമുറ്റത്ത് കാഴ്ചയുടെ വിരുന്നൊരുക്കിയപ്പോൾ വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ തീയാട്ടുത്സവം ഭക്തിയുടെ നിറച്ചാർത്തായി. കാട്ടാളൻ, പൂതൻ, തിറ തുടങ്ങിയ വേഷങ്ങളാണ് കൊടിയും തുടിയുമായി ക്ഷേത്രാങ്കണത്തിലെത്തിയത്. ക്ഷേത്ര ദർശനത്തിന് ഒട്ടേറെ വിശ്വാസികളെത്തി. വിശേഷാൽ പൂജകൾ, മേലരി കനലാട്ടക്കുഴിയിലെത്തിക്കൽ, പ്രസാദ ഊട്ട്, നെല്ലളവ്, പറനിറയ്ക്കൽ, തീയാട്ടുകൊള്ളൽ, തോറ്റം ചൊല്ലൽ, മേലരുക്കി തീകൊളുത്തൽ, പകലാട്ടം, മുടിയാട്ടം, എഴുന്നള്ളിപ്പ്, ചുരികപ്പിടുത്തം എന്നിവയും ഉണ്ടായി. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉത്സവ ചടങ്ങുകൾ. വിശേഷാൽ പൂജകൾക്ക് തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി കാർത്തിക് നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവ ഇന്നലത്തെ വിശേഷാൽ പരിപാടികളാണ്. വലിയ തീയാട്ടുത്സവം 23-ന് നടക്കും. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.